നമസ്കാരം. അപ്പോൾ ഇന്ന് നെല്ലിക്കാച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആവിയിൽ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്തത്, ആവിയിൽ വാട്ടിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ സാധാരണ വെള്ളത്തിലൊക്കെ ഇട്ടാണല്ലോ ചെയ്യാറ്. ഇപ്പോൾ ഞാൻ ആവിയിൽ വാട്ടിയെടുക്കുകയായിരുന്നു. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണ അതിലേക്ക് ഒഴിച്ച് അതൊന്ന് ചൂടാനു ശേഷം നമ്മൾ ഈ വാട്ടി വെച്ച നെല്ലിക്കായൊക്കെ ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി ഇങ്ങെടുക്കുകയാണ് കേട്ടോ. ആ എണ്ണയ്ക്കകത്തൊന്ന് ഇളക്കി ഇങ്ങെടുക്കുക, അത്രേ ഉള്ളൂ. അതിനുശേഷം ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ കടുകും ഉലുവയും കൂടെ പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും മുളക് പൊടിയും നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നത്. പിന്നെ കായപ്പൊടി ഇടുന്നുണ്ട്, അതും കൂടെ അതിനകത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത്. ഇത് പക്ഷേ നാടൻ നെല്ലിക്ക അല്ല കേട്ടോ, ഇത് പാണ്ടി നെല്ലിക്കയാണ്, കുറച്ച് വലിപ്പമുള്ള നെല്ലിക്കയാണ് കേട്ടോ. ആ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ തന്നെ അതിലേക്ക് ഞാനൊരു 2 അടപ്പ് നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വിനാഗിരി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ചൊന്ന് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പൊടിയിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് തിളച്ച വെള്ളം, ചൂടാക്കി വെച്ചിരുന്ന വെള്ളമാണ്, ചൂടുവെള്ളം തിളച്ച വെള്ളമാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോഴത്തേനും നമ്മുടെ ആ എണ്ണയ്ക്കകത്ത് ഈ പൊടികളെല്ലാം കൂടെ കിടന്ന് ആ വെള്ളം കൂടെ ചേരുമ്പോഴത്തേനും ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ആ തെളിഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ നമ്മൾ പൊടികൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ആ എണ്ണയൊക്കെ നന്നായിട്ട് മണ്ടയിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ആ തെളിഞ്ഞ് വന്ന എണ്ണയിലോട്ടാണ് നമ്മൾ ഈ വാട്ടി വെച്ചിരുന്നത്. അപ്പോൾ ഉപ്പിട്ടാണ് ഞാൻ വാട്ടിയത്, ഉപ്പിട്ട് വാട്ടിയ നെല്ലിക്കയാണ്. ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് ഉപ്പ് പൊടി വിതറിയിരുന്നു നമ്മൾ ആവി കയറ്റുന്ന സമയത്തെ. നന്നായിട്ട് അത് ഇളക്കി ആ മസാലയിലോട്ടൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ടു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഈ കാണുന്നത്. അപ്പോൾ മസാലയൊക്കെ അതിലേക്ക് പുരണ്ട നല്ല രസമുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കാണാനും കഴിക്കാനും ഭംഗിയായിട്ടുള്ള നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്